ഹൃദയപൂർവം ഭാഗം 134. രാവിലെ ഈശ്വർ ഒരു സ്വകാര്യ അന്വേഷണ ഏജൻസിയെ കാണാൻ തീരുമാനിച്ചു. ഈ നമ്പർ ആരുടെയാണ് എന്ന് കണ്ടെത്തണം. എത്ര ചെലവായാലും പ്രശ്നമില്ല. അവൻ പറഞ്ഞു. 2 ലക്ഷം വേണം. അവർ പറഞ്ഞു. ഇത് അതിര് വിടുന്നില്ലേ? ഹരി ആശങ്കയോട് ചോദിച്ചു. ഇത് എന്റെ ജീവിതമാണ്. ഞാൻ തോൽക്കില്ല. അത് തിരിച്ചു പിടിക്കാൻ ഞാൻ എന്തും ചെയ്യും. ഇപ്പോ അതെനിക്ക് വാശിയാണ്. ഇപ്പോ അവന്റെ മനസ്സില് ഇപ്പോൾ അവളോട് സ്നേഹമാണോ ദേഷ്യമാണോ വെറുപ്പാണോ ഒന്നും അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. വൈകുന്നേരം ദേവികയും ശരത്തും ആശുപത്രിയിൽ നിന്നും മടങ്ങുമ്പോൾ റോഡിന്റെ മറുഭാഗത്ത് ഒരു കാറ് നിൽക്കുന്നത് ശരത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് സന്ദീപിന്റെ അച്ഛന്റെ ആയിരുന്നു. ശരത്ത് വേഗം വണ്ടിയെടുത്തു. അദ്ദേഹത്തിന് ദേവികയെ കണ്ടാൽ മനസ്സിലാകും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവൻ വേഗം വണ്ടിയെടുത്തത്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു. കോടതിയിൽ വിധിയുടെ ദിവസം അടുത്തു വരുന്നു. അടുത്ത ദിവസം വിധി വരും. എന്തായിരിക്കും വിധി? രാത്രിയുടെ യാമത്തിൽ ദേവികയുടെ ചിന്തകൾ കുതിച്ചിറങ്ങി. മഴ കനത്തു. ആകാശത്ത് മിന്നൽ തെളിഞ്ഞപ്പോൾ ദേവിക ജനാലക്കരികിൽ നിന്നു. നാളെ ഒരു പക്ഷേ അവളുടെ ജീവിതം പുതിയ വഴിയിലേക്ക് തിരിയും. താഴെ ഹാളിൽ മാധവും ഉദയനും സന്ദീപും അവസാനമായി കാര്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. കോടതിയിൽ ഒരു പ്രശ്നവും ഉണ്ടാകരുത്, മാധവ് പറഞ്ഞു. അവൻ എന്തെങ്കിലും നാടകം കളിക്കാൻ ശ്രമിക്കും, ഉദയൻ പറഞ്ഞു. അവൻ ശ്രമിച്ചോട്ടെ, നമ്മൾ അതിനെ നേരിടും, ശരത്തും പറഞ്ഞു. സച്ചി അതേസമയം ഈശ്വറിനൊപ്പം ഉണ്ടായിരുന്നു, പുറമേ അവന്റെ കൂടെ. പക്ഷേ ഉള്ളിൽ ദേവികയുടെ സുരക്ഷയ്ക്കായി വേണ്ട കാര്യങ്ങളെല്ലാം അവൻ ചെയ്തു. ഈശ്വറിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഇത്രയും ദിവസമായിട്ടും അവളെക്കുറിച്ച് ഒന്നും അറിയാൻ സാധിച്ചില്ല. ആ രാത്രി ഈശ്വർ ഉറങ്ങിയില്ല. മുറിയിൽ നടന്നുകൊണ്ടിരുന്നു. മേശമേൽ ദേവികയുടെ പഴയൊരു ഫോട്ടോ, അവളുടെ ചിരി. നിനക്കെങ്ങനെ സാധിക്കുന്നു എന്നെ ഇട്ടിട്ട് പോകാൻ? ഞാൻ നിന്നെ ബലമായി സ്വന്തമാക്കിയത് പോലും നീ എന്നെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയല്ലേ? കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് ഒരിക്കലും അവർ എനിക്ക് നിന്നെ തരില്ല. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് നിന്നെ അവർ തന്നത്. പക്ഷെ ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. നീ എന്താണ് എന്റെ സ്നേഹം തിരിച്ചറിയാതിരുന്നത്? ഞാൻ കണ്ടിട്ടുള്ള ദേവിക ഇങ്ങനെ അല്ലായിരുന്നു. നീ എങ്ങനെ ഇങ്ങനെ മാറി ദേവിക? അവൻ പതിയെ പറഞ്ഞു. പക്ഷെ ഉടൻ തന്നെ അവന്റെ മുഖം കടുപ്പമായി. നിനക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നാളെ നീ എന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അവന്റെ ഉള്ളിൽ ഇപ്പോഴും അവൾ തന്നെയാണ് എന്ന് മാത്രമുള്ള ചിന്തയായിരുന്നു. സച്ചി മുറിയുടെ വാതിക്കൽ നിന്നു. അവൻ പറയുന്നതെല്ലാം അവൻ കേട്ടിരുന്നു. ഈശ്വർ, നീ ഒരിക്കലെങ്കിലും അവളുടെ ഇഷ്ടം ചിന്തിച്ചിട്ടുണ്ടോ? ചോദ്യം കേട്ടതും ഈശ്വർ തിരിഞ്ഞു നോക്കി. അവളുടെ ഇഷ്ടം ഞാൻ തന്നെയാണ്. അത് അങ്ങനെയല്ല, അത് നിന്റെ തോന്നൽ മാത്രമാണ്. എനിക്കതൊന്നും അറിയണ്ട. അവൾ എന്റെയാണ്. അവളെ ഞാൻ സ്നേഹിക്കുന്നു. അവളും എന്നെ സ്നേഹിക്കണം. അവൻ വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞതും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് സച്ചി അവിടെ നിന്നും പോയി. കോടതി ദിവസം രാവിലെ കോടതിയുടെ പരിസരം നിറയെ ആളുകൾ ഉണ്ട്. ദേവിക ബ്ലൂ സാരിയിൽ വളരെ ലളിതമായിരുന്നു. മുഖത്ത് ഭയമില്ല, ഒരു തരം സമാധാനം മാത്രം. ശരത്ത് അല്പം അകലെയായി നിന്നു. അവൻ അവളുടെ കൈ പിടിച്ചില്ല. കാരണം ഇന്ന് അവൾ സ്വയം നിൽക്കേണ്ട ദിവസമാണ്. മാധവ്, ഉദയൻ, സന്ദീപ്, ലക്ഷ്മി, സാന്ദ്ര, ഗംഗ എല്ലാവരും കൂടെയുണ്ട്. ഇതിൽ സന്ദീപും ലക്ഷ്മിയും കുറച്ച് മാറി നിന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഈശ്വർ എത്തി. കണ്ണുകൾ നേരെ ദേവികയെ തേടി. അഡ്വക്കേറ്റിന്റെ അടുത്ത് നിൽക്കുന്ന ദേവികയെ അവൻ കണ്ടു. അവന്റെ കണ്ണുകൾ വിടർന്നു. അവൻ അവളുടെ അടുത്തേക്ക് പോകാൻ പോയതും സച്ചി അവന്റെ കയ്യിൽ പിടിച്ചു. ഇത് കോടതിയാണ്, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. നിനക്ക് അനുകൂലമായിട്ടൊരു വിധിക്കുള്ള ചെറിയൊരു സ്കോപ്പ് പോലും ഇല്ലാതാക്കണ്ട, സച്ചി പറഞ്ഞതും അവൻ സച്ചിയുടെ മുഖത്തേക്കും ദൂരെ വക്കീലിനോട് സംസാരിച്ചു നിൽക്കുന്ന ദേവികയെ നോക്കി. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൾക്ക് നല്ല മാറ്റമുണ്ട് എന്ന്. ഇവിടെ നിന്ന് പോയ ദേവിക അല്ല ഇപ്പോൾ മുന്നിലുള്ളത് എന്ന് അവന് തോന്നി. മാധവ്, ദാ ആ നിൽക്കുന്നതാണ് ഈശ്വർ, സന്ദീപ് പറഞ്ഞതും എല്ലാവരും അവൻ പറഞ്ഞ ഭാഗത്തേക്ക് നോക്കി. എല്ലാവരും ഈശ്വറിനെ കണ്ടു, കൂടെ ഹരിയെയും സച്ചിയെയും. മാധവ് വേഗം ശരത്തിന്റെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞു. അവനെയും കാണിച്ചു കൊടുത്തു. അവൻ ഈശ്വറിനെ കണ്ടതും വേഗം ദേവികയെ നോക്കി. അവൾ കണ്ടിട്ടില്ല എന്ന് അവന് മനസ്സിലായി. വക്കീലിനോട് സംസാരിച്ച് തിരിഞ്ഞ ദേവിക ശരത്തിനെ കണ്ടു. ശരത്ത് മറ്റെങ്ങോ നോക്കി നിൽക്കുന്നത് കണ്ടതും അവളും ആ ഭാഗത്തേക്ക് നോക്കി. അപ്പോഴാണ് അവിടെ നിന്ന് തന്നെ നോക്കി നിൽക്കുന്ന ഈശ്വറിനെ അവൾ കാണുന്നത്. കണ്ടതും അവളൊന്ന് ഞെട്ടി. വക്കീൽ പറഞ്ഞത് പ്രകാരമാണ്
ഇന്ന് കോടതിയിൽ എത്തിയത്. ഇന്ന് വിധി തീർപ്പാക്കും. ഉറപ്പായിട്ടും ദേവിക എത്തണമെന്നുള്ളത് കൊണ്ടാണ് അവർ പറഞ്ഞത്. അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി. ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് വേദന. പക്ഷെ ഇന്ന് ദേവികയുടെ കണ്ണുകളിൽ പേടിയില്ല. പെട്ടെന്ന് തന്നെ ദേവിക അവനിൽ നിന്നുള്ള നോട്ടം മാറ്റി വക്കീലിന്റെ കൂടെ കോടതിയിലേക്ക് കയറിപ്പോയി. കോടതി മുറിയിൽ ഒരു അസഹനീയമായ നിശബ്ദത ആയിരുന്നു. ഇന്ന് അവസാന വാദമാണ്. മുറിയുടെ നടുവിൽ ദേവിക നിൽക്കുകയായിരുന്നു. അവളുടെ മുന്നിൽ ഈശ്വർ നിന്നു. അവൾ അവനെ നോക്കിയതേ ഇല്ല. ജഡ്ജിയുടെ ശബ്ദം വ്യക്തമായി മുഴങ്ങി. ഇരുവരും പരസ്പര സമ്മതത്തോടെ വേർപിരിയാൻ തയ്യാറാണോ? ഒരു നിമിഷം അവിടമാകെ നിശ്ചലമായി. ഈശ്വർ എഴുന്നേറ്റു. അവന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. അല്ല. ദേവിക പതുക്കെ എഴുന്നേറ്റു. അവൾ ഈശ്വറിനെ നോക്കി. അവളുടെ കണ്ണുകളിൽ കരുണയുണ്ടായിരുന്നു. പക്ഷേ തിരിച്ചു പോകാനുള്ള താല്പര്യമില്ല. അതെ, അവൾ വ്യക്തമായി പറഞ്ഞു. എനിക്ക് ഡിവോഴ്സ് വേണം. ആ വാക്കുകൾ ഈശ്വറിന്റെ ഹൃദയത്തിൽ അടിയായി പതിച്ചു. അവൻ അവളെ നോക്കി. ഇത്രയും ഉറപ്പോടെ അവൻ എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ കോടതിയിൽ വാക്കുകൾ നിയന്ത്രിക്കേണ്ട സ്ഥലമായതുകൊണ്ട് തന്നെ അവൻ മിണ്ടാതെ നിന്നു. അവരുടെ അഡ്വക്കേറ്റുകൾ വാദിച്ചു. ബന്ധത്തിന്റെ സ്വഭാവം, സമ്മതമില്ലാത്ത വിവാഹം, മാനസിക പീഡനം, സ്വാതന്ത്ര്യം. അവസാനം ജഡ്ജി ഫയലടച്ചു. ഭാര്യയുടെ വ്യക്തമായ നിലപാടും സാഹചര്യങ്ങളും പരിഗണിച്ച് ഈ കോടതി വിവാഹമോചനം അനുവദിക്കുന്നു. ഗാവൽ മേശയിൽ പതിച്ചു. അതൊരു ശബ്ദമല്ലായിരുന്നു, ഒരു ബന്ധത്തിന്റെ അവസാന നിമിഷമായിരുന്നു. കോടതി പുറത്ത് ദേവിക ദീർഘനിശ്വാസം വിട്ടു. അവളുടെ അടുത്ത് നിന്ന അഡ്വക്കേറ്റ് സുമിത്ര ചിരിച്ചു. നീ ജയിച്ചു, അവർ മൃദുവായി പറഞ്ഞു. ഇത് ജയമല്ല മേഡം, ദേവിക പറഞ്ഞു. ഇത് മോചനം. സുമിത്ര അവളുടെ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. കോടതി മുറി കവാടത്തിന് പുറത്ത് ശരത്ത്. അവൻ അകലെ നിന്നു. ആ നിമിഷം അവൾക്ക് സ്വതന്ത്രമായി നടക്കാൻ അവസരം കൊടുത്തു. ദേവിക പുറത്തേക്കിറങ്ങിയപ്പോൾ അവളുടെ കണ്ണുകൾ ശരത്തിനെ കണ്ടു. നിമിഷം അവൾ ഓടിയില്ല, പക്ഷെ അവളുടെ ചുവടുകൾ വേഗപ്പെട്ടു. ശരത്ത് അവളുടെ അടുത്തെത്തി. ഒന്നും ചോദിച്ചില്ല. അവൾ നേരെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ശരത്ത് അവളെ ചേർത്ത് പിടിച്ചു. അവിടെ അവൾ സുരക്ഷിതയായിരുന്നു. ആ കാഴ്ച കണ്ടുകൊണ്ട് കോടതി വാതിക്കൽ നിന്ന് ഈശ്വർ. അവന്റെ നെഞ്ച് പൊട്ടുന്നത് പോലെ തോന്നി. അവൻ പെട്ടെന്ന് മുന്നോട്ട് നടന്നു. അവരുടെ അടുത്തേക്കായി. ദേവിക, അവന്റെ ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു. പക്ഷെ അപ്പോഴേക്കും അവരുടെ മുന്നിൽ മാധവ് നിൽക്കുകയായിരുന്നു. അവന്റെ പക്കൽ ഉദയൻ, അടുത്ത് സാന്ദ്ര, ഗംഗ. അവർ ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവരുടെ നിശബ്ദമായ ആ നിൽപ്പ് തന്നെ മതിയായിരുന്നു അവനെ തടയാൻ. ഈശ്വർ അവിടെ നിശ്ചലമായി. അപ്പോൾ ഒരു കാറ് വാതിൽ തുറക്കുന്ന ശബ്ദം. എല്ലാവരും തിരിഞ്ഞു നോക്കി. കാറിൽ നിന്നും ഇറങ്ങിയത് ലക്ഷ്മി. അവളെ കണ്ട നിമിഷം ഈശ്വർ അമ്പരന്നു. ലക്ഷ്മിയുടെ കണ്ണുകൾ ദേവികയിലേക്കും ശരത്തിലേക്കും മാറി. അവൾ ഒരു നിമിഷം നിശബ്ദമായി നിന്നു. പിന്നെ മാധവിന്റെ അടുത്ത് വന്നു. അവനോട് ചേർന്ന് നിന്നു. ശരത്ത് അപ്പോഴും ദേവികയെ ചേർത്ത് പിടിച്ചു നിന്നു. ദേവിക മുഖമുയർത്തി ഈശ്വരനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ദേഷ്യമില്ല, വേദനയില്ല, ഒരു സമാധാനം മാത്രം. താങ്ക് യു, അവൾ പതിയെ പറഞ്ഞു. ഈശ്വർ അത് കേട്ടു. അവൻ ഒന്നും മറുപടി പറഞ്ഞില്ല. അപ്പോഴും അവന്റെ കണ്ണില് ദേവികയുടെ ആ മുഖം തന്നെയായിരുന്നു. ശരത്തിന്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആ ദേവികയുടെ മുഖം. ദേവിക ശരത്തിനൊപ്പം കാറിന്റെ അടുത്തേക്ക് നടന്നു. ദേവികയും ശരത്തും കാറിൽ കയറാൻ പോയപ്പോൾ ദേവിക, ഈശ്വരന്റെ ശബ്ദം വീണ്ടും. ഇത്തവണ അവൻ തിരക്ക് കൂട്ടിയില്ല. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു. ദേവിക ശരത്തിനെ നോക്കി. ശരത്തിന്റെ കൈ അവളുടെ ചുമലിൽ പിടിച്ചു. ഈശ്വർ അവരുടെ അടുത്തേക്ക് വന്നു. ഇപ്പോൾ മാധവും ഉദയനും അവർ വന്ന കാറിനടുത്തേക്ക് കയറാനായി പോയിരുന്നു. ഈശ്വരന്റെ വിളി കേട്ട് അവർ അവിടെ നിന്നു. ഇനി ഞാൻ നിന്നെ തടയില്ല, ഈശ്വർ പറഞ്ഞു. ഇന്ന് കോടതി പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. അവന്റെ ശബ്ദം വിറച്ചു. പക്ഷെ ഒരു കാര്യം പറയണം, ഞാൻ നിന്നെ ശല്യപ്പെടുത്തിയതല്ല. ഞാൻ നിന്നെ മനസ്സിലാക്കാൻ വൈകി. ദേവിക ഒന്നും മിണ്ടാതെ കേട്ടു നിൽക്കുക മാത്രമാണ് ചെയ്തത്. ഇന്നലെ മുത്തശ്ശി എന്നോട് പറഞ്ഞു ഞാൻ നിന്നോട് ചെയ്ത തെറ്റിന്റെ ആഴം എത്രത്തോളം ആണ് എന്ന്. പക്ഷെ അത് പറഞ്ഞിട്ടും എനിക്ക് നിന്നെ വിട്ടുകളയാൻ പറ്റുന്നില്ല. കാരണം നീ അറിയാതെ പോയതാണ് എന്റെ പ്രണയം. ഞാൻ എന്റെ 15ാമത്തെ വയസ്സിൽ നിന്നെ കണ്ടു തുടങ്ങിയതാണ്. ഈ നെഞ്ചിൽ നീ കയറി പറ്റിയതാണ്. പറഞ്ഞില്ല. നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള വിദ്വേഷം, പക എല്ലാം ഓർത്ത് ഞാൻ പറയാതെ മൂടിവെച്ചു. പക്ഷേ പിന്നെ
എനിക്ക് നീയില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥ എത്തിയപ്പോഴാണ് ഞാൻ നിന്നോട് അങ്ങനെ ചെയ്തത്. ഞാൻ നിന്നോട് മാന്യമായിട്ട് സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നീയും ലക്ഷ്മിയും അമ്പലത്തിൽ വന്നപ്പോ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. പക്ഷെ നീ നിന്റെ വീട്ടുകാർക്കുള്ള അതേ വെറുപ്പോടുകൂടി എന്നെ നോക്കി, എന്നോട് പെരുമാറി. അപ്പോഴാണ് ഞാൻ ഹരിയെ വെച്ച് നിന്റെ മുന്നിൽ ഒരു പ്രണയ നാടകം നടത്തിയത്. നിന്നെ ഞാൻ സ്വന്തമാക്കാൻ ശ്രമിച്ചത്. എത്ര ന്യായീകരിച്ചാലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ മറക്കാൻ പറ്റില്ല എനിക്ക് നിന്നെ, എന്റെ മരണം വരെ. പക്ഷെ നിന്റെ ഇഷ്ടം ഞാനിപ്പോ മനസ്സിലാക്കുന്നു. അവൻ പറഞ്ഞുകൊണ്ട് ശരത്തിനെ ഒന്ന് നോക്കി. ഒന്നും മിണ്ടാതെ ഈശ്വർ പറയുന്നത് കേട്ട് നിൽക്കായിരുന്നു ശരത്ത്. എനിക്ക് നിനക്ക് ആശംസ പറയാനൊന്നും അറിയില്ല. എന്റെ മനസ്സിൽ എന്താണെന്നൊന്നും ഇപ്പൊ എനിക്ക് അറിയില്ല. എന്നാലും പറയുകയാണ്, എപ്പോഴും നിനക്കായിട്ട് എന്റെ വീടിനെ വാതില് തുറന്നിരിക്കും. അത്രയും പറഞ്ഞ് ഈശ്വർ തിരിഞ്ഞു നടന്നു. എല്ലാവരും ഞെട്ടി നിൽക്കായിരുന്നു അവന്റെ ഈ ഒരു മാറ്റം. പിന്നെ മറ്റൊന്നും പറയാതെ നിന്ന ഈശ്വരനെ കണ്ട് ശരത്തും ദേവികയും കാറിൽ കയറി. അവരുടെ കാറ് അവിടെ നിന്നും പോയി. കോടതി പരിസരം പതുക്കെ ശൂന്യമായി കൊണ്ടിരുന്നു. ശരത്തിന്റെ കാറ് അകലത്തിൽ ഒളിഞ്ഞു പോകുമ്പോൾ ഈശ്വർ നിശ്ചലമായി നിൽക്കുകയായിരുന്നു. അവന്റെ കണ്ണുകൾ ആ വഴിയിലേക്ക് തന്നെ. ലക്ഷ്മി അവന്റെ അടുത്തേക്ക് നടന്നു വന്നു. എന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. മറക്കാൻ സാധ്യതയില്ല. ഞാൻ ഈ നിൽക്കുന്ന മാധവിന്റെ ഭാര്യ, ദേവികയുടെ കൂട്ടുകാരി. അവൾ ഈശ്വരന്റെ മുന്നിൽ കുറച്ചുകൂടി കയറി നിന്നു. ശബ്ദത്തിൽ ദേഷ്യമില്ല, പക്ഷെ കരുത്തുണ്ടായിരുന്നു. ലക്ഷ്മി, നിനക്കിപ്പോ സന്തോഷമായിട്ടുണ്ടാവുമല്ലോ, അവൻ വേദന കലർന്ന പുഞ്ചിരിയോടെ പറഞ്ഞു. ലക്ഷ്മി തല കുലുക്കി. ഇത് സന്തോഷിക്കാനുള്ള കാര്യമല്ല, ഇത് അനിവാര്യമായിരുന്നു ഈശ്വർ. ഈശ്വർ മിണ്ടാതെ നിന്നു. ദേവിക എന്റെ സുഹൃത്താണ്. അവൾ എത്ര രാത്രികൾ കരഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. ലക്ഷ്മി പറഞ്ഞു. നീ അവളെ സ്നേഹിച്ചില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ നീ അവളെ കേട്ടില്ല. ഈശ്വറിന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവൾ എനിക്ക് എല്ലാമായിരുന്നു, അവൻ പറഞ്ഞു. അതായിരുന്നു പ്രശ്നം. ലക്ഷ്മി മറുപടി നൽകി. അവൾ നിനക്ക് എല്ലാമായിരുന്നു, പക്ഷെ ഒരു പെണ്ണും ഒരിക്കലും പൊറുക്കാത്ത ഒരു കാര്യമാണ് നീ അവളോട് ചെയ്തത്. അവൾക്ക് ചിന്തിക്കാനുള്ള ഒരു ഇടം നീ കൊടുത്തില്ല. അവന്റെ കണ്ണുകൾ നനഞ്ഞു. ഇനിയെങ്കിലും ആളുകളെ മനസ്സിലാക്കാൻ നോക്ക്. അവരുടെ മനസ്സ് മനസ്സിലാക്കി ജീവിക്കാൻ നോക്ക്. പക, പ്രതികാരം ഇതൊന്നും ഒന്നുമല്ല നമുക്ക് വേണ്ടത്. മനസ്സമാധാനമാണ്. അവൾക്ക് സമാധാനം വേണം, നിനക്കും വേണം. ഒരു നിമിഷം അവൾ നിശബ്ദമായി നിന്നു. ഒരിക്കൽ അവൾ നിന്നെ ഭയമില്ലാതെ ഓർക്കാൻ കഴിയുന്ന ഒരു ദിവസം വന്നാൽ അതാണ് നിന്റെ വിജയം. ലക്ഷ്മി പിന്നോട്ട് നടന്നു. ലക്ഷ്മി ഹരിയുടെ അടുത്തേക്ക് നടന്നു. അവൻ കുറച്ച് മാറി നിന്ന് എല്ലാം കേട്ടിരുന്നു. ലക്ഷ്മി അവന്റെ അടുത്തെത്തി. നീ നല്ല സുഹൃത്താണോ? നീ സ്വയം ആലോചിച്ചു നോക്കണം. കൂട്ടുകാരൻ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാകണം. അതാണ് യഥാർത്ഥ ഒരു കൂട്ടുകാരൻ ചെയ്യേണ്ടത്. അല്ലാതെ അവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് കൂടെ നിൽക്കുകയല്ല വേണ്ടത്. അതൊരിക്കലും സുഹൃത്തിന്റെ ലക്ഷണമല്ല. അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാമായിരുന്നു, ലക്ഷ്മി പറഞ്ഞു. സ്നേഹിക്കുന്ന ആൾക്ക് ചിലപ്പോൾ സത്യം കേൾക്കാൻ സമയം വേണ്ടിവരും. ഹരി തല കുനിച്ചു. ഇനി അവനെ ഒറ്റയ്ക്കാക്കരുത്. നിങ്ങളുടെ സഹായം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യമുള്ള സമയമാണ് ഈശ്വറിന്. ഒരു അധ്യാപികയാണ് ഞാൻ. ആരും നശിച്ചു പോകുന്നത് കാണാൻ ആഗ്രഹം ഞങ്ങൾക്കുണ്ടാവില്ല. അത് ഞങ്ങളുടെ കുട്ടികളായിക്കോട്ടെ, ആരുമായിക്കോട്ടെ. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, ലക്ഷ്മി പറഞ്ഞു. അവൻ പുറത്തേക്ക് ശക്തനായി കാണിക്കും. ഉള്ളിൽ അവൻ തകർന്നിരിക്കുകയാണ്. ഹരി ഈശ്വറിനെ നോക്കി. അവൻ ഇന്നാണ് ആദ്യമായി തോറ്റത്, ഹരി പതിയെ പറഞ്ഞു. ലക്ഷ്മി തിരുത്തി. അല്ല, ഇന്നാണ് ആദ്യമായി പഠിച്ചത്. അത്രയും പറഞ്ഞ് ലക്ഷ്മി മാധവിന്റെ ഒപ്പം കാറിൽ കയറി. ഈശ്വർ അപ്പോഴും അതേ സ്ഥലത്ത് തന്നെ നിന്നു. ഹരി അവന്റെ അടുത്തെത്തി. ചുമലിൽ കൈവച്ചു. പോകാം. ഈശ്വർ തലകുലുക്കി. അവൻ അവസാനമായി ആ വഴിയിലേക്ക് നോക്കി. അവിടെ ദേവിക പോയ വഴിയിലേക്ക്. പിന്നീട് പതുക്കെ തിരിഞ്ഞു നടന്നു. കാറിന്റെ സൈഡ് മിററിൽ കൂടി ലക്ഷ്മി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് വിഷാദമോ സങ്കടമോ ഒന്നുമില്ല, ഒരു ആശ്വാസം മാത്രം. ഒരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെട്ട ദിനം, ഒരു പുരുഷന്റെ അഹങ്കാരം താഴ്ന്ന ദിനം, ഒരു മനുഷ്യന്റെ തിരിച്ചറിവ് തുടങ്ങുന്ന ദിനം. ലക്ഷ്മി മനസ്സിൽ ഓർത്തു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാൻ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.